കീഴരിയൂരിൽ ഓയിൽ മില്ലിന് തീപിടിച്ചിരിക്കുകയാണ്. പുലർച്ചെയാണ് തീപിടുത്തമുണ്ടായത്. മേഘ, എങ്ങനെയാണ് ഈ തീപിടുത്തമുണ്ടായത്? തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപകടകരമായ എന്തെങ്കിലും സാഹചര്യമുണ്ടോ? മനു, പുലർച്ചെയാണ് കോഴിക്കോട് കീഴരിയൂരിൽ ഓയിൽ മില്ലിൽ തീപിടുത്തം ഉണ്ടായത്. തീ ഉണ്ടാവാനുണ്ടായ ഒരു സാഹചര്യം എന്നത് ഈ കൊപ്ര കൂട്ടിയിട്ടിരുന്നു. അതിന് സമീപത്തായി പിണ്ണാക്കുമുണ്ടായിരുന്നു. അതിന്റെ ചൂട് കൊണ്ട് ഒരു പക്ഷേ തീ പടർന്നതാകാം എന്നാണ് നിലവിൽ കരുതുന്നത്. ഏതായാലും കൊയിലാണ്ടി, പേരാമ്പ്ര, ഒപ്പം തന്നെയും വടകര തുടങ്ങിയ ഇടങ്ങളിൽ നിന്നൊക്കെ തന്നെയും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. തീ നിയന്ത്രണ വിധേയമാണ്, എന്നാൽ പൂർണ്ണമായും നിലവിൽ അണച്ചിട്ടില്ല. വലിയ തരത്തിലുള്ള നാശനഷ്ടം ഉണ്ട് എന്നതാണ് നിലവിൽ കണക്കാക്കപ്പെടുന്നത്. രാവിലെ സമീപത്തുള്ള, അതായത് ഈ ഓയിൽ മില്ലിന് സമീപത്ത് നിരവധി വീടുകളുണ്ട്. അതിൽ നിന്നും പുക ഉയരുന്നത് കണ്ട പ്രദേശവാസികളാണ് ഈ തീപിടുത്ത വിവരം ഫയർഫോഴ്സിനെ അറിയിക്കുന്നത്. അപ്പോൾ തന്നെ ഫയർഫോഴ്സ് എത്തി പിന്നീട് അത് മറ്റിടങ്ങളിലേക്കും, അതായത് സമീപത്തുള്ള വടകര, കൊയിലാണ്ടി, പേരാമ്പ്ര തുടങ്ങിയ ഇടങ്ങളിൽ നിന്നൊക്കെ ഫയർഫോഴ്സ് തീ വലിയ സ്ഥലങ്ങളിലേക്ക് പടർന്നതുകൊണ്ട് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളിൽ ഇടപെടുകയായിരുന്നു. ഏതായാലും തൊട്ടടുത്ത് തന്നെയാണ് കീഴരിയൂർ പഞ്ചായത്ത് ഓഫീസ് ഉള്ളത്. പഞ്ചായത്ത് ഓഫീസിന്റെ കെട്ടിടത്തിന് കേടുപാടുകളൊന്നും തന്നെയും സംഭവിച്ചിട്ടില്ല. പക്ഷേ ചെറിയ രീതിയിൽ തീ പടരുമെന്നൊരു ആശങ്ക നിലനിന്നിരുന്നു. പഞ്ചായത്ത് ഓഫീസിന് പൈപ്പുകളിലൊക്കെ തന്നെയും തീ പിടിച്ചൊരു സാഹചര്യം കൂടി ഉണ്ട് എന്നതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. പക്ഷേ തീ നിലവിൽ നിയന്ത്രണ വിധേയമാണ്. വലിയൊരു അപകടങ്ങളിലേക്ക് പോയേക്കാം എന്നൊരു സാധ്യത പ്രദേശത്തുണ്ടായിരുന്നു. കാരണം വലിയ പ്രദേശത്താണ് ഈ ഓയിൽ മില്ല് സ്ഥിതി ചെയ്യുന്നത്. കൊപ്ര സംഭരണ കേന്ദ്രവും തൊട്ടടുത്തായുണ്ട്. അതിനൊക്കെ തന്നെയും തീ പിടിച്ച അവസ്ഥയാണ്. പാലാഴി മിൽ എന്നതാണ് ഈ മില്ലിന്റെ പേര്. സ്വകാര്യ വ്യക്തിയുടെ കീഴിൽ ഉള്ളതാണ് ഈ ഓയിൽ മില്ല് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വലിയ അപകടകരമായ സാഹചര്യമില്ല എന്നത് ആശ്വാസകരമാണ്. കോഴിക്കോട് കീഴരിയൂരിൽ ഒരു ഓയിൽ മില്ലിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു. വിവരങ്ങളാണ് മേഘ നൽകിയത്.